ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. എല്ലാവരും ഒന്ന് ബാങ്ക് നിഫ്റ്റി പെർഫോമൻസുകളൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത്യാവശ്യം സെല്ലേഴ്സിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റാണ് ഇന്ന് നടന്നിരുന്നത്. അതായത് സെല്ലേഴ്സിനാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇന്നത്തെ ദിവസം ടോട്ടൽ ഫുള്ളായിട്ടൊരു ലാഭവും കിട്ടിയത് സെല്ലേഴ്സിന് മാത്രമാണ്. ഇതിൻ്റെ ഉള്ളിൽ റീറ്റെയിലേഴ്സിനോ ഓപ്ഷൻ ബയേഴ്സിനോ ആർക്കും ഒരു ചാൻസ് ഇല്ല. അങ്ങനത്തെ ഒരു മാർക്കറ്റാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. നമുക്കിന്ന് അത്രയും പ്രോപ്പറായിട്ട് ആക്റ്റീവായുള്ള ട്രേഡുകളൊന്നും ഉണ്ടായിട്ടില്ല. ആകെ ഒരു സെൻസസിലാണ് ഉണ്ടായിരുന്നത്. സെൻസസിലാണെങ്കിൽ ഒരു 100-150 പോയിന്റ് മുകളിൽ പോയിട്ടുണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടീഷൻ ആക്റ്റീവ് ആയില്ല. ഞാൻ രാവിലെ നമുക്ക് തരുന്ന പ്രൈസുകളിൽ നിന്നാണ് നമുക്ക് ട്രേഡ് കിട്ടുക. അപ്പോൾ ബയേഴ്സ് ക്ലോസ് ചെയ്യണം, സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്യണം, ലിമിറ്റിൽ നിന്ന് എടുക്കണം, അല്ലെങ്കിൽ ഡിമാൻഡിൽ നിന്ന് എടുക്കണം, അല്ലെങ്കിൽ എസ് എൽ സൈഡിൽ നിന്ന് എടുക്കണം. ഈ 3 കണ്ടീഷനുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിലേക്ക് ഇന്ന് മാർക്കറ്റ് വന്നിട്ടില്ലേ. സെൻസസിൽ അങ്ങനെ നമുക്ക് ഒരു റെഡ് ക്യാനിൽ തന്നിട്ട് പോവുമായിരുന്നെങ്കിൽ നമ്മളും ഫുൾ ടാർഗറ്റിൽ പോയാനെ. പക്ഷേ ആകെ ഒരു ട്രേഡ് നമുക്ക് സെൻസസിലാണ് ആകെ ഒരു മിസ്സായ ട്രേഡ് വന്നതാണത്. വേറെ അതായത് മിസ്സായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടീഷൻ ആക്റ്റീവ് ആയില്ലേ, പക്ഷേ നല്ല രീതിക്ക് കയറിപ്പോയി മാർക്കറ്റ്. ഒരു 100-150 പോയിൻ്റ് മുകളിലേക്ക് മാർക്കറ്റ് കയറിപ്പോയി. ആ ഒരു സംഭവം മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി നമുക്ക് പ്രോപ്പറായിട്ട് ആക്റ്റീവായുള്ള ട്രേഡുകളൊന്നും ഇല്ല. അപ്പോൾ ബേസിക്കലി ഇന്ന് ട്രേഡ് ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. മിസ്സായി പോയതിൻ്റെ ഒരു കഥ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ബേസിക്കലി നമുക്കിന്ന് ട്രേഡൊന്നും ഇല്ല. ഇതാണ് നിഫ്റ്റിയുടെ സ്പോട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിൽ ട്രേഡ് എടുക്കാൻ പറ്റില്ല. മൂവ്മെൻ്റ് ഇല്ല നിഫ്റ്റിക്ക്. ഇല്ലാത്ത ഭാഗത്ത് നമുക്ക് ട്രേഡ് എടുത്തിട്ട് ഒന്നും ചെയ്യാനില്ല. വെറുതെ എസ് എൽ എടുപ്പിക്കാന്നുള്ളൂ. ബാങ്ക് നിഫ്റ്റി ഇതേപോലെ തന്നെയാണ്. മൂവ്മെൻറ്റ് നടത്താൻ നോക്കുന്നുണ്ട്, പക്ഷേ കാര്യമില്ല. അതിനൊരു പ്രോപ്പറായിട്ടുള്ളൊരു മൂവ്മെൻറ്റിലേക്ക് ബാങ്ക് നിഫ്റ്റി വന്നിട്ടില്ലേ. സെൻസസിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ട്രേഡ് ഇതാണ്. നമുക്ക് രാവിലെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. 25-ാം തീയതി നമുക്ക് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ അടിയിലേക്ക് അത്യാവശ്യം അടിയിലേക്ക് വന്ന ശേഷമാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ലെവൽ കിട്ടണത്. പിന്നെ നമുക്ക് ഈ ലെവലിൽ നോക്കുക. പിന്നെ തിരിച്ച് കയറുന്ന സമയത്ത് ഫുള്ളൊരു ബയേഴ്സിൻ്റെ ഒരു ക്യാൻഡിൽസാണ് ഫുള്ള് ഫോം ആയിരിക്കണത്. അവിടെ നിന്ന് ട്രേഡ് എടുക്കാൻ പറ്റില്ല. നമുക്ക് കണ്ടീഷൻ ആക്റ്റീവായിട്ടുള്ളതാണ് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു സെല്ലേഴ്സ് റേഷൻ കണ്ട് ലിമിറ്റിലേക്ക് വരികയായിരുന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒപ്പം കയറി പോയിരുന്നു. ഇപ്പോൾ ഒന്നും പറയാനില്ല. 230 ഈസിയായിട്ട് 392 വരെ എത്തിയിട്ടുണ്ട്. അല്ല, നമ്മളില്ല ആ ഒരു ഗെയിമിൽ. നമ്മളില്ല, സെല്ലേഴ്സ് സ്കാനില്ലാത്തതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. 100-150 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സെൻസസിൽ നമ്മുടെ ടാർഗറ്റ് 200 പോയിൻ്റാണ് കേട്ടോ. എസ് എൽ 40 പോയിൻറ്റ്. അറിയാത്തവർക്ക് കാണാം. ഇനിയിപ്പോൾ ഇതേ പ്രൈസിൽ തന്നെ നമുക്കൊരു ട്രേഡ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. തിരിച്ച് കയറുമ്പോൾ വാങ്ങാമെന്ന് പറഞ്ഞ സെറ്റപ്പാണ് അത് കേട്ടോ. അതായത് 200 മുകളിലേക്ക് തിരിച്ച് കയറണം. അതായത് ഇവിടുന്ന് ഇത്ര നന്നായിട്ട് ബീറിഷായി അടിയിലേക്ക് വന്നു അടിയിലേക്ക് ക്യാൻഡിൽസ് വന്നു കഴിഞ്ഞാൽ പിന്നെയും കുറേ നേരം അവിടെ നിന്നിട്ട് ഒരു പ്രൈസ് ആക്ഷൻ എൻട്രി നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ് എല്ലാ ട്രേഡിലും. അങ്ങനത്തെ ഒരു പ്രൈസ് ആക്ഷൻ എൻട്രിയാണ് ഇവിടെ കിട്ടിയേക്കണത്. 240 പോയിൻറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും എടുത്തവരുണ്ടാകാൻ സാധ്യത കുറവാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ലേറ്റായിട്ട് കിട്ടുന്ന കുറേ ട്രേഡുകൾ അതൊക്കെയും കുറേ നേരം നോക്കിയിരുന്ന് കിട്ടുന്ന ട്രേഡുകൾ. അപ്പോൾ മേ ബി ചിലവർ എടുത്തിട്ടുണ്ടാവില്ല. പിന്നെ മാർക്കറ്റിംഗ് കണ്ടീഷൻ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ട്രേഡ് എടുക്കാനും തോന്നില്ല. അപ്പോൾ ഇത്രയും ട്രേഡ് നമുക്ക് ഇന്ന് ഉണ്ടായിട്ടുള്ളൂ. ട്രേഡ് ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് കിട്ടിയിട്ടൊന്നുമില്ല. ഞാൻ കാണിച്ചതെന്ന് മാത്രം സെൻസസിൽ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും പറയാനായിട്ടുള്ളത്. അതുകൊണ്ടാണ് നിഫ്റ്റിയിലും ബാങ്കിലും ഒന്നുമില്ല. അതാണ് പിന്നെ ഒന്നും പറയാത്തത്. നമ്മൾ 1 മിനിറ്റ് ടൈം ഫ്രെയിമാണ് നോക്കുന്നത്. നമുക്ക് ട്രേഡ് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലായില്ലേ. നമ്മൾ പിന്നെ ഇന്ന് അത്യാവശ്യം സ്ട്രൈക്കുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാണുന്ന സ്ട്രൈക്കുകളൊക്കെയും പ്ലാൻ ചെയ്തിട്ടുള്ള ട്രേഡർ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒന്നും ട്രേഡ് കിട്ടിയിട്ടില്ലേ. ഞാൻ എടുത്ത് കാണിക്കണമെന്നില്ല, ട്രേഡ് കിട്ടിയിട്ടില്ലേ. നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങൾക്ക് ട്രേഡിങ് അറിയില്ല, അന്ന് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ളവർക്കാണെങ്കിൽ എൻ്റെ ഒപ്പം വന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പാണ്, അതിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എന്നോട് ഡയറക്റ്റ്ലി നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കാം. ഞാൻ എന്നെ കൊണ്ട് വരുന്ന ഡൗട്ടുകളൊക്കെ ആണെങ്കിൽ ഞാൻ അത് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ ബിഗിനറായിട്ട് നിൽക്കുന്ന കുറേ ട്രേഡേഴ്സ് ഉണ്ടാവും. ട്രേഡിങ്ങിക്ക് വരാൻ താല്പര്യം ഉണ്ടാവും. പാഷനായിട്ടായിട്ട് ട്രേഡിങ് അറിയണം, എനിക്കത് പഠിക്കണം, അതൊരു ഇൻകം ജനറേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കണ ഇത്തിരി ഏജ് കൂടിയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഏജ് കുറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടാവും. രണ്ടിലും ഈ 2 കാറ്റഗറിയിലും ബിഗിനേഴ്സ് ഉണ്ട് കേട്ടോ. നല്ല ഉദ്യോഗത്തിലിരിക്കുന്ന ആൾക്കാരുണ്ടാവും, സ്റ്റുഡൻസ് ഉണ്ടാവും. ഈ 2 സെറ്റപ്പിലും ബിഗിനേഴ്സ് തന്നെയാണ്. ട്രേഡിങ് അറിയില്ലെങ്കിൽ ബിഗിനർ തന്നെയാണ്. നിങ്ങൾക്ക് എൻ്റെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ട്, നമുക്ക് അക്കൗണ്ട് എടുക്കണം, അക്കൗണ്ട് എടുക്കണത് തൊട്ടിട്ടുള്ള ഡൗട്ടുകൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. മനസ്സിലായാൽ ഞാൻ അത് എന്നെ കൊണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരും കേട്ടോ. പിന്നെ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് പഠിക്കുക. അതായത് പഠിക്കുക മീൻസ് തിയറി ആയിട്ട് മാത്രമല്ല, നിങ്ങൾ ജസ്റ്റ് ഒരു പേപ്പർ ട്രേഡൊക്കെ ചെയ്യാം വെറുതെ ഇരുന്നിട്ട്. ഞാനൊരു ട്രേഡ് തരുന്ന സമയത്ത് അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നിങ്ങൾക്ക് ഒരു പേപ്പർ ട്രേഡ് പോലെ നിങ്ങൾക്ക് ചെയ്ത് ഇങ്ങനെ പോവാം. മനസ്സിലായാൽ അതൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറയണത് കേട്ടോ.
അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അതിൽ അപ്ഡേഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടി ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് ഫുൾ കൺസൾട്ടേഷൻ ആയിരുന്നു പറഞ്ഞിട്ട് നാളെ കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരികയാണെങ്കിൽ ഒരു സി സൈഡോ ബി സൈഡോ കണ്ടിന്യൂ റണ്ണ് കിട്ടുകയാണെങ്കിൽ ഹ്യൂജ് പ്രോഫിറ്റ് തന്നെയാണ് നാളെ കിട്ടാൻ പോണത്. ഒരു ക്ഷമ ഇമ്പോർട്ടൻ്റ് ആണ് ട്രേഡിങ്ങിൽ. ക്ഷമ ഉണ്ടെങ്കിലേ ട്രേഡ് ചെയ്ത് സക്സസ് ആകാൻ പറ്റുള്ളൂ. ലിമിറ്റഡ് SLL കൊടുക്കണം, ക്ഷമ വേണം. ഈ 2 ഘടകം ഇമ്പോർട്ടൻ്റ് ആണ്. മൈൻഡ് സെറ്റ് വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളായിട്ട് തന്നെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. മനസ്സിലായില്ലേ? ക്ഷമയും മൈൻഡ് സെറ്റും SL കൊടുക്കുന്നത് കറക്റ്റായിട്ട് ലിമിറ്റഡ് SL കൊടുക്കാൻ നോക്കുക. ഇത്രയും 3 കാര്യങ്ങൾ നിങ്ങൾ സെറ്റപ്പ് ചെയ്യണം. ഈ 3 കാര്യങ്ങൾ കറക്റ്റായി തന്നെ നിങ്ങൾ പ്രോഫിറ്റിക്ക് വരാൻ പറ്റും. അതിലൊരു എക്സ്പീരിയൻസിൻ്റെ ഒരു ഘടകം കൂടി ഉണ്ട് കേട്ടോ. കുറേ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ആവും. അപ്പോൾ എക്സ്പീരിയൻസിൻ്റെ ഘടകത്തിൽ നിങ്ങൾക്ക് പ്രോഫിറ്റിക്ക് വരാൻ പറ്റും. അതുവരെ ക്ഷമിച്ചിരുന്നേ പറ്റൂ ട്രേഡിങ്ങിൻ്റെ ഉള്ളിൽ. അല്ലാണ്ട് ഒരു മാജിക്ക് അതിൻ്റെ ഉള്ളിൽ കിട്ടില്ല. അപ്പോൾ നമുക്ക് നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.